പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്തു. 1000-ഓളം പ്രവർത്തകരെ അണിനിരത്തിയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ റെയിൽവേ യാത്രാ ദുരിതം പരിഹരിക്കാതെ റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ബി.ജെ.പിയുടെ കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് വി.കെ. സനോജ്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കേരളത്തോട് തുടർച്ചയായി അവഗണനയാണ് കാണിക്കുന്നത്. അതിലിപ്പോൾ ഈ റെയിൽവേ ഡിവിഷൻ്റെ വിഭജനമോ ഇതില്ലാതാക്കലോ മാത്രമല്ല, കേരളത്തോട് പൊതുവെ ഇപ്പോൾ കേരളത്തിൽ റെയിൽവേയിൽ വഴി യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമാകും. ഇപ്പോൾ ദിവസേന നൂറുകണക്കിന് ആളുകൾ അവർ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ബോധം കെട്ട് വീഴുകയാണ്. അവർക്ക് നിൽക്കാൻ പോലും ഒരു സ്ഥലം കിട്ടുന്നില്ല. റെയിൽവേ ഡിവിഷൻ തന്നെ ഇല്ലാതാക്കി കേരളത്തെ തകർക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നേരത്തെ ഏതാണ്ട് 1300-ഓളം കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇതിപ്പം സേലം ഡിവിഷൻ രൂപീകരിച്ചതോടുകൂടി ഇതിൻ്റെ ഏതാണ്ട് 488-500 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇതിപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് മംഗലാപുരം കേന്ദ്രീകരിച്ചൊരു ഡിവിഷൻ, അതുപോലെ തന്നെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചൊരു ഡിവിഷൻ. അങ്ങനെയല്ല ഡിവിഷൻ ഇല്ലെങ്കിൽ പിന്നെ മംഗലാപുരത്തെ പാലക്കാടിൽ നിന്ന് മാറ്റി മറ്റൊരു ഡിവിഷനിലേക്ക് ലയിപ്പിക്കുക എന്നതിനെക്കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേരളത്തിനുണ്ടാക്കുന്ന നഷ്ടം വലുതാണ്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ.സി. റിയാസുദ്ദീൻ, ജില്ലാ ട്രഷറർ എം. രൺദീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി.വി. രതീഷ്, എസ്. ഷക്കീർ, ഷിബി കൃഷ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.